ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിനും കഞ്ഞിക്കും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടിയും അതുപോലെ പപ്പായയും വെച്ചിട്ടാണ്. ഞങ്ങളിതിന് ഉണ്ണിത്തണ്ടെന്നും അതുപോലെ ഓമക്കായ എന്നാണ് പറയൽ. പല സ്ഥലത്തും പല പേരുകളാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയാമെന്നൊന്ന് പറയും. ഇതുപോലെ പപ്പായയുടെ ഒരു 1/4 ഭാഗം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉണ്ണിത്തണ്ട് ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറുത്ത് പോവാതിരിക്കാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ കറുത്ത് പോവാതെ കിട്ടും. ഇനി ഇതിൻ്റെ നാര് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും ഒരു കൊള്ളി പോലുള്ള സാധനം വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാര് അതിമ കുടുങ്ങും. അപ്പോൾ അതങ്ങോട്ട് മാറ്റിയെടുത്താൽ മതി. അങ്ങനെ മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം പപ്പായ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെ ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വേവിക്കാം. അപ്പോൾ 4 വിസിലൊക്കെ വേവിച്ചാൽ തന്നെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1/4 കപ്പ് ചിരുവിയ തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 6 ചെറിയ ഉള്ളി ചേർക്കാം. എരിവിനായിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ 2-3 ഇല കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഉണ്ണിത്തണ്ട് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് മഷി പോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഉണ്ണിത്തണ്ടും പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. വീഡിയോയിലൊന്ന് ശരിക്കും കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ണിത്തണ്ടൊക്കെ വെന്തിട്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അരപ്പ് നന്നായിട്ട് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളകും കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചെരുവിയ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് ഒരു ഗോൾഡൻ കളറാക്കി എടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഓപ്ഷണലാണ് തേങ്ങ ചേർക്കുന്നത്, എന്നാലും ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് വേണം കറിയിലേക്ക് ചേർക്കാൻ. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങയുടെയും അതുപോലെ നമ്മളെ താളിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് കറിയിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം വേണം നമുക്കിത് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാൻ. അപ്പോൾ ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.